Hello, my dear aspirants. A very warm welcome to all of you to Ignite Academy. SSC CGL 2025 എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേക്കാണ് നമ്മളുടെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ട് CGL പ്രിപ്പയർ ചെയ്യുന്ന, എന്നാൽ ഇതുവരെ ഒരു ടൈം ടേബിൾ പോലും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വില്ലിംഗ് ആയിട്ടുള്ള ആസ്പിറൻസിനോടാണ് ഞാൻ പറയുന്നത്. ഈ ടൈം ടേബിൾ നിങ്ങൾ ഇതുവരെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രിക്ട്ലി നിങ്ങളിത് ഫോളോ ചെയ്യുക. ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം, പക്ഷേ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് വർത്തി ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏകദേശം 21 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഓഗസ്റ്റ് 9 ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 10 തൊട്ട് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 20-21 ദിവസം, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൈം ടേബിൾ കൃത്യമായിട്ടും ഏത് സമയത്ത് നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് പോലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളായിട്ടും ശരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് 12 മുതൽ 13 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മക്കളെ, ഓഗസ്റ്റ് 10 തൊട്ട് ഓഗസ്റ്റ് 27 വരെ ഞാൻ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 10 തൊട്ട് 27 വരെ ഏകദേശം ഒരു 15-17 ദിവസം നിങ്ങൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പീരീഡ് ആയിട്ട് വേണം കണക്കാക്കാൻ. 12, 13, 14 മണിക്കൂർ നിർബന്ധമായിട്ടും പഠിക്കണം. സാധാരണ എല്ലാവരും ആദ്യം കുറേ റിലാക്സ് ചെയ്തിട്ട് അവസാന പരീക്ഷ എടുപ്പിച്ച് വരുമ്പോൾ വെപ്രാളമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. തിരിച്ച് ആദ്യത്തെ 15-17 ദിവസം നിങ്ങൾ ഇൻറ്റൻസീവായിട്ട് ചത്ത് കിടന്ന് പഠിച്ചിട്ട് അവസാനത്തെ ഒരു 3-4 ദിവസം, അതായത് ഒരു 4 to 5 ഡേയ്സ്, ഓഗസ്റ്റ് 28 തൊട്ട് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ ആ പറയുന്ന ആദ്യത്തെ ഷിഫ്റ്റുകാരനെയാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അന്നാണ് ഇതിൻ്റെ പരീക്ഷയെങ്കിൽ എന്ത് ചെയ്യുക? റിവിഷൻ, അത്രയും ദിവസം റിവിഷന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള മൂഡിൽ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങുക. ബട്ട് അഗെയിൻ ഏത് മൂഡ്? ആ സ്റ്റഡി മൂഡിൽ തന്നെ ആയിരിക്കണം. യെസ്, കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ സമയം നിങ്ങൾ എങ്ങനെയായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ എത്ര മണിക്ക് എണീച്ചാലും, എവിടെയെന്ന് പഠിക്കുന്നവരാണെങ്കിലും, വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിലും, റീഡിംഗ് റൂമിലോ ഹോസ്റ്റലിലോ ഇരുന്ന് പഠിക്കുന്ന ആളാണെങ്കിലും എല്ലാം നിങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും പഠിക്കാൻ ഇരുന്നിട്ടുണ്ടാകണം. ആ ഒരു ധാരണയിലാണ് ഈ ഒരു കണ്ടന്റ് ഞാൻ പറയുന്നത്. 8 മണി തൊട്ട് 8:30 വരെ കാൽക്കുലേഷൻ ഡ്രില്ലാണ്. അറിയാം, ക്വാണ്ടി കാൽക്കുലേറ്റീവ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാൽക്കുലേഷൻ കൂടുതൽ കാൽക്കുലേറ്റീവായി വരികയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആദ്യത്തെ അരമണിക്കൂർ യുവർ ഡേ മസ്റ്റ് ബി സ്റ്റാർട്ടഡ് വിത്ത് എ കാൽക്കുലേഷൻ ഡ്രിൽ. എങ്ങനെയാണ് കാൽക്കുലേഷൻ ഡ്രില്ല് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് റെലവൻ്റ് ആയിട്ട് കണ്ടന്റുകൾ വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ആദ്യം തന്നെ നിനക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ഡ്രില്ലിൻ്റെ ഒരു കിടിലൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പോൾ 8:30 കാൽക്കുലേഷൻ ഡ്രിൽ കഴിഞ്ഞാൽ 8:45 തൊട്ട് 9:30 വരെ, ഓക്കെ, 8:45 തൊട്ട് 9:30 വരെ യു കെൻ ടേക്ക് എ 15 മിനിറ്റ്സ് ബ്രേക്ക്. ഇവിടെ 8:45 തൊട്ട് 9:30 വരെ എന്താ ചെയ്യേണ്ടത്? സെക്ഷണൽ മോക്ക് എടുക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷണൽ മോക്ക്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് ടെസ്റ്റ് സീരീസ് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് പരിചിതരാണ് നിങ്ങൾ. അതിലേതെങ്കിലും ഒരു സെക്ഷണൽ മോക്ക് ക്വാണ്ടിൻ്റെ ചാപ്റ്റർ വൈസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ക്വാണ്ടിൻ്റെ തന്നെ സെക്ഷണൽ മോക്ക് എടുക്കുക. ബിക്കോസ് ഐ ടോൾഡ് യു, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ക്വാണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ നമുക്ക് റിട്ടേൺ കിട്ടും. ആ സെക്ഷണൽ മോക്ക് 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:30 തൊട്ട് 9:45 വരെ നിങ്ങൾ എടുത്ത സെക്ഷണൽ മോക്കിലെ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട്, മൈ ഡിയർ, വെറുതെ അനാലിസിസ് ചെയ്താൽ പോരാ. നിങ്ങൾ കൃത്യമായിട്ട്, ഐ ഹാവ് ഓൾവേസ് ടോൾഡ് മൈ സ്റ്റുഡൻസ്, മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് ബുക്ക്, ഒരു പ്രത്യേക ബുക്ക്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ എന്തൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത്, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ 1 by 1, പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഒരുപാട് എഴുതി നിങ്ങൾ ഒരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിങ്ങളുടെ മെയിൻസൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് പൊതുവെ സംഭവിക്കാറ് എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ടൊരു പുസ്തകം മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ നോട്ട് ഡൗൺ യുവർ മിസ്റ്റേക്സ്, വാട്ട് വെന്റ് റോങ്, എന്തുകൊണ്ട് എനിക്കത് തെറ്റിപ്പോയി, എന്തുകൊണ്ട് എനിക്കത് ഉത്തരം കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്കവിടെ ചെയ്യാൻ സാധിച്ചില്ല, അതൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരുന്നോ, ഞാൻ ഫോർമുല ഫോർഗോട്ട് ചെയ്തു പോയോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മിസ്റെഡ് ചെയ്തോ, അതോ എനിക്ക് അറിയാത്ത ഒരു കോൺസെപ്റ്റ് ആണോ അവിടെ വന്നത് എന്ന് കൃത്യമായിട്ടും ആ സെക്ഷണൽ മോക്കിൻ്റെ അടിസ്ഥാനത്തിൽ നീ അവിടെ എഴുതി വെക്കുക. അങ്ങനെ 9:45 വരെ ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുക. അതിനുശേഷം
10 മണിക്ക് തൊട്ട് 11 മണി വരെ ആയിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ്. ദിവസം നമുക്ക് 2 മോക്ക് എടുക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് 10 o'clock 10 AM തൊട്ട് 11 AM വരെ നീ മോക്ക് ടെസ്റ്റ് എടുക്കുക. 11 AM തൊട്ട് 11:30 വരെ ആ മോക്ക് അനാലിസിസ് ചെയ്യുക. ആ മോക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ മറന്നു പോകരുത്, നേരത്തെ ഞാൻ പറഞ്ഞ അതേ പുസ്തകത്തിൽ മുകളിൽ ഹെഡിങ് കൊടുക്കുക, മോക്ക് നമ്പർ 1. ഈ ഒരു 15 ദിവസത്തേക്കുള്ളതിലെ മോക്ക് നമ്പർ 1. അതിൻ്റെ അനാലിസിസിൽ നിനക്ക് പറ്റിയ എററുകൾ എന്തൊക്കെയാണ്, ഏത് ചാപ്റ്റർ എന്ന് മാത്രം മെൻഷൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തെറ്റിയതല്ല, ഈ ചാപ്റ്റർ എനിക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല, ഈ ചാപ്റ്ററിൽ എനിക്ക് ക്വസ്റ്റ്യൻ മിസ്റെഡ് ചെയ്തു എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായിരിക്കണം നിങ്ങളുടെ മോക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ 11:30 വരെ മോക്കിനെ അനലൈസ് ചെയ്യുക. 11:45 തൊട്ട് 1 മണി വരെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള, അപ്പോൾ കണ്ടാലറിയാം 11:30 തൊട്ട് 11:45 വരെ യു ടേക്ക് എ ബ്രേക്ക്, എ ഷോർട്ട് ബ്രേക്ക്. 11:45 തൊട്ട് 1 മണി വരെ നിങ്ങൾ GK റിവൈസ് ചെയ്യുക. ഓൾറെഡി GK നിങ്ങൾ പഠിച്ചവരായിരിക്കുമല്ലോ, അവസാനത്തെ ഈ ഒരു 2 ആഴ്ച അല്ലല്ലോ എന്തായാലും GK പഠിക്കാൻ പോകുന്നത്. ആ പഠിച്ച GKനെ നിങ്ങൾ റിവൈസ് ചെയ്യുക. ടോട്ടൽ ആ ഒരു 10 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു 10 ദിവസം നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള GKനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് വെക്കുക. അതിനെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പേജ് GK വായിക്കണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണ കിട്ടും. ആ ധാരണയുടെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 11:45 തൊട്ട് 1 മണി വരെ നിങ്ങൾ GK റിവിഷൻ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ കണ്ടന്റിനെ ഡിവൈഡ് ചെയ്യുക അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട്. അപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര GK കവർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിനക്കൊരു ധാരണ ലഭിക്കും. ഓക്കെ, യെസ്. അതിനുശേഷം 1 മണി തൊട്ട് 1:30 വരെ നിന്റെ ലഞ്ച് ബ്രേക്ക് ആണ്. യു ക്യാൻ ടേക്ക് എ ബ്രേക്ക് ആൻഡ് യു ക്യാൻ ഹാവ് യുവർ ലഞ്ച്. 1:30. ഓക്കെ, ഒരുപാട് ഡിസ്കഷനിലോട്ടോ ചാറ്റുകളിലോട്ടോ അങ്ങനെ ഒന്നും പോകാതിരിക്കുക. കൃത്യമായിട്ടൊരു ടൈം വെക്കുക. 1 മണി തൊട്ട് 1:30 വരെ നിന്റെ ലഞ്ച് ബ്രേക്ക് ആണ്. 1:45 നിങ്ങളുടെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് എടുക്കണം. 1:45 തൊട്ട് 2:45 വരെയാണ് യുവർ സെക്കൻഡ് മോക്ക് ടെസ്റ്റ്. രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് 2:45 കഴിഞ്ഞാൽ 2:45 തൊട്ട് 3:15 വരെ നിങ്ങളുടെ എന്താണ് അനാലിസിസ് ടൈം തന്നെയാണ്. സോ സെക്കൻഡ് മോക്ക് ടെസ്റ്റും നമ്മൾ എടുത്തു കഴിഞ്ഞു. 3:15 വരെ നമ്മളുടെ അനാലിസിസ് ടൈമാണ്. ദെൻ എ വെരി ഷോർട്ട് ബ്രേക്ക് അല്ലേ, 3:15 പിന്നെ വീണ്ടും ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് 3:30 തൊട്ട് 5:45 വരെ അഗെയിൻ ചാപ്റ്റർ വൈസ് ക്വാണ്ട് റിവിഷൻ. നിങ്ങൾ രാവിലെ സെക്ഷണൽ മോക്ക് എടുത്തപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അല്ലേ, ഏതാണ് നിന്റെ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റർ എന്നുള്ളത് അല്ലേ. ആ സെക്ഷണൽ മോക്കിലെ ചാപ്റ്റർ നിൻ്റെ വീക്ക് ആണെങ്കിലും നിനക്ക് അറിയാലോ ആ ചാപ്റ്ററിൻ്റെത് വീക്ക് ആണെന്നുള്ളത് അറിയാം. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ചാപ്റ്റർ വൈസ് തന്നെ ക്വാണ്ടിനെ എടുത്ത് റിവിഷൻ ചെയ്യണം. 3:30 തൊട്ട് 5:45 വരെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിവിഷനാണ്. ഓക്കെ, യെസ്. അതിനുശേഷം എഗെയിൻ ആ 15 minutes ബ്രേക്ക്. 6 മണി തൊട്ട് 7 മണി വരെ ചാപ്റ്റർ വൈസ് റീസണിങ് റിവിഷൻ ചെയ്യണം. നമുക്കറിയാം റീസണിങ് മുൻപ് പഴയ പാറ്റേണിൽ നിങ്ങൾ ഒരു 10-12 മിനിറ്റിൽ ചെയ്തിരുന്നത്, മാക്സിമം 15 മിനിറ്റിൽ ചെയ്തിരുന്നത്. ഈ പ്രാവശ്യത്തെ നമ്മളെ സെലക്ഷൻ പോസ്റ്റിൽ പലരും 20 മിനിറ്റ് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ നിർബന്ധമായിട്ടും ചാപ്റ്റർ വൈസ് തന്നെ, അതായത് നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ 6 മണി തൊട്ട് 7 മണി വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. 7 മണി തൊട്ട് 8 മണി വരെ ഇംഗ്ലീഷ് നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബ് അങ്ങോട്ടേക്ക് വരുന്നത്. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ റിവൈസ് ചെയ്യാനുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്, അത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്ലോസ് ടെസ്റ്റ് ആ ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ്, അതിനെയൊക്കെ എടുത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഓക്കെ, 8 മണി തൊട്ട് 8:30 വരെ നിങ്ങൾ ഡിന്നർ ടൈമാണ്. എഗെയിൻ ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ മെൻഷൻ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ, അരമണിക്കൂറേ അതിന് കൊടുക്കാവൂ. അതിൻ്റെ പുറമേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സമയം കുറയും. 8 മണി തൊട്ട് 8:30 വരെ നിങ്ങൾ ഡിന്നർ കഴിക്കുക. 8:45 തൊട്ട് 9:45 വരെ വീണ്ടും GK റിവൈസ് ചെയ്യുക. GK എടുക്കുക, റിവൈസ് ചെയ്യാനുള്ള പോർഷൻ റിവൈസ് ചെയ്യുക. GK സ്റ്റേറ്റ്മെൻറ്റ് വൈസാണ് വരുന്നത് എന്ന് വിചാരിച്ചിട്ട് GKനെ കംപ്ലീറ്റ് പാടെ ഒഴിവാക്കരുത്. ഓക്കെ, GK റിവൈസ് ചെയ്യുക. 9:45 ഒരു GK റിവൈസ് ചെയ്യുക. 9:45 തൊട്ട് 10:30 വരെ, 9:45 മുതൽ 10:30 വരെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഗോ ത്രൂ ദ ഡേ. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ആരും എന്ന് വെച്ചാൽ എല്ലാവരും കണ്ണടച്ച് പറയുന്നില്ല, പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അതൊരു റിവിഷൻ ആവാം, ഒരു അന്നത്തെ ഒരു അനാലിസിസ്. ദ ഡേയിൻ്റെ ഞാൻ രാവിലെ സെക്ഷണൽ മോക്ക് ചെയ്തപ്പോൾ ഇന്ന ഒരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ, ആ ബുക്കൊക്കെ എടുത്തൊന്ന് മറച്ചു നോക്കുക. നീ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്
നീ ഒന്ന് ഉറപ്പിക്കുക, എനിക്ക് ഇന്ന കാര്യങ്ങളും തെറ്റുപറ്റിയിട്ടുണ്ട്, അത് എന്നെ ആവർത്തിക്കാൻ പാടില്ല. നീ നിന്നോട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യുക, അത് ആവർത്തിക്കാൻ പാടില്ല. ഞാൻ ഇംഗ്ലീഷ് ഇത്ര പഠിച്ചിട്ടുണ്ട്, GK ഇത്ര പഠിച്ചിട്ടുണ്ട്, GK ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്യാം, ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. ഇംഗ്ലീഷ് പഠിച്ചു വെച്ച ഇംഗ്ലീഷ് തന്നെ ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് നോക്കുക. അങ്ങനെ 9:45 തൊട്ട് 10:30 വരെ നിങ്ങൾ അത് ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. 10:30 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പലരും റീഡിംഗ് റൂമിൽ ഇപ്പോൾ പഠിക്കുന്നവരുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ റീഡിംഗ് റൂം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവുക. കാരണം ആ ഒരു സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന സമയമാണ്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് റീഡിംഗ് റൂമിലേക്ക് പോകുക. അപ്പോൾ ഞാൻ 10:30 തൊട്ട് 11:15 വരെ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ റീഡിംഗ് റൂം ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അവരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പറയുന്നത്, ആ ഒരു 45 മിനിറ്റ്സിൽ നിങ്ങൾ റീഡിംഗ് റൂം എത്താൻ നിർബന്ധമായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ആൾക്കാരോ ഓൾറെഡി വീട്ടിലുള്ളവരോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയവും കൂടി എന്തിനു ഉപയോഗിക്കാം? ആ റിവിഷൻ, നമ്മൾ നേരത്തെ തുടങ്ങിയ റിവിഷൻ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ എന്ത് ചെയ്തതുള്ള ആ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ഗെറ്റ് റെഡി ഫോർ ദ ബെഡ് തന്നെ ഉദ്ദേശിക്കും, ഇത്രയേ ഉള്ളൂ. അങ്ങനെ റൂമിലുള്ള ആൾക്കാർ റൂമിലേക്ക് പോവുക. പഠിക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? ആ സമയം കൂടി കുറച്ച് നേരം കൂടി പഠിക്കാം. ഓക്കെ, യു ആർ ആക്ച്വലി ഗെറ്റിംഗ് റെഡി ഫോർ ദ ബെഡ്. പക്ഷേ ആ ഉറങ്ങുന്നതിന് മുമ്പ് 11:15 തൊട്ട് 11:45 വരെ ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സമയം വൊക്കാബുലറി, ഇപ്പം പ്രീവിയസ് ഇയർ ഒന്നല്ല ചോദിക്കുന്നത്, ഇപ്പം സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ പലരും പറഞ്ഞു, എങ്കിൽ പോലും ആ ഒരു അരമണിക്കൂർ നിങ്ങൾ വൊക്കാബുലറി പഠിക്കാനായിട്ട് കൂടി കൊടുക്കുക. 12 മണിക്ക് ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ 12 മണിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് പഠിക്കാനിരിക്കണ്ടു. അപ്പോൾ റീഡിംഗ് റൂമിലുള്ളവർ ചിലപ്പോൾ രാവിലെ 7 മണിക്ക് ഇരിക്കേണ്ടി വരും. പക്ഷേ റീഡിംഗ് റൂമിലല്ല, സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കുന്നവർ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവർ, അവിടെ നിന്ന് പഠിക്കുന്നവർക്ക് 7:45 എണീച്ചാലും മതി. പക്ഷേ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് 12 മണിക്ക് ഉറങ്ങിയ ഒരു 7 മണിക്ക് എണീച്ചിട്ട് കുറച്ച് നേരത്തെ, ഇപ്പം ഒരു 12-13 മണിക്കൂറിൻ്റെ സ്റ്റഡി ടൈമാണ് ഞാൻ, ടൈം ടേബിളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് ഒന്നും കൂടി ഇൻറ്റൻസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. കാരണം നമ്മളെ മുമ്പിൽ ഇനി ദിവസങ്ങളില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷയെ കാണുന്ന, ഒരു ദിവസം 10-12 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ പറഞ്ഞിട്ടുള്ളത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു 21 ദിവസം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രം നിങ്ങൾ അഡോപ്റ്റ് ചെയ്താൽ മതി. ഇനി അങ്ങനെ നിങ്ങൾ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി, നിങ്ങളെ കൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് എങ്ങനെ ഈ പരീക്ഷയ്ക്ക് കാഴ്ചവെക്കാം എന്നുള്ളതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇഫ് യു വാണ്ട് ഓൺലി, ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഞാനത് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചോ. ഈ സീജൽ നമുക്കുള്ളതാണ്, അതിലൊരു തർക്കവുമില്ല. നിങ്ങളെ ചിന്ത മാത്രം നിങ്ങൾ റൈറ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ബൈ, താങ്ക് യു.